കഴിയുമ്പോഴേക്ക് എല്ലാവരും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഗണപതി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇത് വളരെ വിജയകരമായിട്ട് നമുക്ക് നടത്താൻ കഴിയട്ടെ. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് മാതൃസമിതിയുടെ സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരെ ക്ഷണിക്കുന്നു. അവർക്ക് എല്ലാവിധ മംഗളങ്ങളും അതോടൊപ്പം സ്വാഗതവും പറയുകയാണ്. ഈ വേദിയിലേക്ക് നിറഞ്ഞ എല്ലാവരുടെയും സന്മനസ്സോട് കൂടിയിട്ടുള്ള ഒരു സ്വാഗതമാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? അങ്കണത്തിലേക്ക് വന്ന് അവിടെ ഒരു ഇരിപ്പിടത്തിൽ അധിഷ്ഠിതമായി ദിവ്യാത്മസ്വരൂപർക്ക് സൗഭാഗ്യം നിറഞ്ഞ ഈ സത്യസാധനയെ പറയുവാനുള്ള ഒരു അനുഗ്രഹം എന്നുള്ളത് ജന്മസുഹൃതം ലഭിച്ച ഈ ജന്മത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിഘ്നേശ്വരനും ശിവഭഗവാനും അമ്മ പാർവതി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും ഈ സ്ഥലത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള ശക്തി ചൈതന്യങ്ങൾക്കും ഈ പഞ്ചഭൂതങ്ങൾക്കും ഒക്കെ ആദ്യമായി അനുവാദം ചോദിച്ചുകൊണ്ട് ആ ദേശത്ത് വന്ന് ആ ദേശവാസികളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് സത്യത്തിൻ്റെ ഒഴുക്കിനായി എനിക്കൊരു ഇരിപ്പിടം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. വന്നവരൊക്കെ വന്നിരിക്കുക. പിന്നെ ഫോണൊക്കെ ഒന്ന് സൈലൻ്റാക്കി വെക്കണം. ഓക്കെ, ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യകാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അനുവാദം എന്നുള്ളത് ചോദിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവർക്കാണ് അനുവാദം ചോദിക്കാനുള്ള തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുവാദം എന്നുള്ളത്, അനുഗ്രഹം എന്നുള്ളത്, ആ പെർമിഷൻ ചോദിക്കുമ്പോൾ ആ ഒരു സമർപ്പണം എന്നുള്ളത്, നമ്മൾ ആ ഒരു പ്രകൃതിയുടെ അനുഗ്രഹം എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് ചോദിക്കണമാണ്. എല്ലാവരും ചോദിക്കണം. ഒരു വീട് വാങ്ങുകയാണെങ്കിൽ, ഒരു വാടക വീട് വാങ്ങുകയാണെങ്കിൽ, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങുകയാണെങ്കിലും അതേ പ്രകൃതിയോട് പെർമിഷൻ ചോദിക്കാതെ, അവിടെയുള്ള ദൈവസങ്കല്പങ്ങളുണ്ട് അല്ലേ, മനുഷ്യരാശി ആരാധിച്ചു പോകുന്ന, നമ്മുടെ പൂർവികരെല്ലാം ആരാധിച്ചു പോകുന്ന ആ ഒരു ദിവ്യസങ്കല്പങ്ങളോട് പെർമിഷൻ ചോദിച്ച്, പഞ്ചഭൂതങ്ങളോടും കാറ്റിനോടും കിളികളോടും വയലിനോടും മണ്ണിനോടും ആകാശത്തോട് വരെ, മരങ്ങളോടും ചെടികളോടും പുല്ലിനോടും വരെ പെർമിഷൻ ചോദിക്കാതെ ഒരു 5 സെന്റ് മണ്ണ് വാങ്ങുകയോ അവിടെ പ്രവേശിക്കുകയോ ചെയ്യരുത്. പെർമിഷൻ ഓക്കെ. പിന്നെ ഒരു വീട് കയറ്റുമ്പോഴും അതെ, ആ മണ്ണിൽ നമ്മൾ അവരുടെ ഈ പാമ്പും പല്ലിയും എല്ലാതിൻ്റെ ഒപ്പം അവരുടെ ജീവസ്ഥലത്ത്, അവർ ജീവിച്ചു പോകുന്ന സ്ഥലത്ത് അവരോടൊപ്പം കുറച്ച് സ്ഥലം നമുക്ക് തരാനായി സകല ജീവരാശികളുടെയും പെർമിഷൻ ചോദിക്കാതെ അവിടെ അരുത്.